പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇന്ന് ഈ ഒരു വീഡിയോ ലക്ഷദ്വീപിലുള്ള രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കേരളത്തിൻ്റെ അടുത്തുള്ള ദ്വീപുകളാണെങ്കിൽ പോലും അക്കാഡമിക്കലി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങളുടെ ദ്വീപിൽ ഒരുപാട് കുട്ടികൾക്ക് റിസർവേഷനോട് കൂടിയിട്ട് നല്ല ഉയർന്ന കോളേജുകളിൽ, മെഡിക്കൽ കോളേജായാലും IIT ആയാലും ഉയർന്ന കോളേജുകളിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ പോലും ഭൂരിഭാഗം കുട്ടികളും അതിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെക്കുറിച്ച് അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുറേ ആളുകൾ കരയിൽ വന്ന് പഠിക്കാൻ ശ്രമിക്കുകയും പഠിച്ച് നല്ല ഉയരങ്ങളിലെത്തുമ്പോഴും എല്ലാ കുട്ടികൾക്കും ആ ഒരു സംവിധാനം ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വളരെ സത്യസന്ധമായൊരു കാര്യമാണ്. ഈ ഒരു അവസരത്തിൽ നമ്മളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ അക്കാഡമിക്കലി എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്താൻ, നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹാർവസ്റ്റിൽ നിങ്ങളെ കുട്ടികളെ ചേർക്കാവുന്നതാണ്. ഹാർവസ്റ്റിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറയാം. ഒന്നാമത്തെ പ്രത്യേകത, അത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായൊരു കാര്യമാണ്. അതായത് ഫുള്ളി റെസിഡൻഷ്യൽ സിസ്റ്റത്തിലാണ് ഹാർവസ്റ്റ് നടക്കുന്നുള്ളതാണ്. 8 വർഷത്തോളമായി ഹോസ്റ്റൽ സംവിധാനത്തിൽ മാത്രം നടക്കുന്ന ഒരു കോഴ്സാണ് ഹാർവസ്റ്റിലുള്ളത്. അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ ഏറ്റവും പ്രാധാന്യമുള്ള സമയം ഹാർവസ്റ്റിൽ ചെലവഴിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അടുത്ത പ്രത്യേകത. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി സയൻസ് പഠിച്ചു തുടങ്ങുന്ന സമയം 8ാം ക്ലാസ് ആണെങ്കിൽ സയൻസിൻ്റെ പഠനം കഴിഞ്ഞ് അതൊരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് എത്തേണ്ട സമയം +1 +2 കഴിഞ്ഞ് റിപ്പീറ്റേഴ്സ് ബാച്ച് കഴിഞ്ഞാലാണ് അവർക്ക് നല്ലൊരു കോളേജുകളിൽ അഡ്മിഷൻ വാങ്ങാൻ സാധിക്കുക. അത് മുന്നിൽ കണ്ടുകൊണ്ട് അഡ്മിഷൻ വാങ്ങുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 8ാം ക്ലാസ്, 8, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് സ്കൂൾ ക്ലാസ്സുകൾക്കൊപ്പം തന്നെ എൻട്രൻസ് കോച്ചിങ്ങും കൊടുത്ത്, +1 +2 ക്ലാസ്സുള്ള കുട്ടികൾക്ക് സ്കൂൾ ക്ലാസ്സുകൾക്കൊപ്പം തന്നെ എൻട്രൻസ് കോച്ചിങ് അവിടെയും കൊടുത്ത്, അത് കഴിഞ്ഞ് വേണമെങ്കിൽ ആ കുട്ടിയെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യിച്ച് അതും കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഹാർവസ്റ്റിൽ പോയാൽ മതി എന്ന് പറഞ്ഞൊരു 6 വർഷത്തോളം നിങ്ങളുടെ കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം നിങ്ങൾക്ക് ഹാർവസ്റ്റിൽ ഏറ്റവും സുരക്ഷിതമായി ഏറ്റവും നല്ല ക്ലാസ്സുകളോട് കൂടി തന്നെ ചിലവഴിക്കാവുന്നതാണ്. ദ്വീപിലെ ഒരു അക്കാഡമിക് അവസ്ഥ, ഒരു വിദ്യാഭ്യാസ രീതി അനുസരിച്ചിട്ട് നല്ലൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ അവിടുത്തെ കുട്ടികൾക്ക് സാധിക്കാറില്ല. കാരണം അവിടുത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളും അതാണ്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ ദ്വീപിലുള്ള കുട്ടികൾക്ക് ഇപ്പോഴത്തെ കാലത്ത് ഇൻ്റർനെറ്റ് വളരെയധികം സാധ്യത കൂടിയ സമയമാണ്. അത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്താണ്. ഈ ഒരു 3 വർഷം നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം കിട്ടാത്തതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം, കോവിഡ് കാരണം റെഗുലർ ക്ലാസ്സിൽ നിന്ന് പോയപ്പോൾ അവർക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. മറ്റു കുട്ടികൾക്കൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോം അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ദ്വീപിലെ മക്കൾക്ക് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. ഹാർവസ്റ്റിലൊക്കെ ഈ വർഷം ഒരുപാട് കുട്ടികൾ ദ്വീപിൽ നിന്ന് അഡ്മിഷൻ എടുത്തു. അവരുടെയൊക്കെ ബേസ് അനലൈസ് ചെയ്യുമ്പം 3 വർഷം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അത് വലിയൊരു അപകടമാണ്. കാരണം കുട്ടികളുടെ ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ, അക്കാഡമിക് ലൈഫിൽ വളരെയധികം വീക്കാവാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മളെ മക്കളൊക്കെ നിൽക്കുന്നത്. ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒന്നും അവൈലബിൾ അല്ലാത്ത ഈ ഒരു അവസ്ഥയിൽ ദ്വീപിൽ കുട്ടിയുടെ പഠിത്തം എന്ന് പറയുന്നത് വളരെയധികം ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പം അവർക്ക് നല്ല റിസർവേഷൻ ഉണ്ട്, അവർക്ക് നല്ല കോളേജിൽ കയറാനുള്ള അവസരമുണ്ട്. പക്ഷെ അത് അവരറിയുന്നില്ല. ആ ഒരു അവസ്ഥയ്ക്ക് പോലും അവർ എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ പണ്ടൊക്കെ ദ്വീപിലുള്ള കുട്ടികൾക്ക് ഒരുപാട് റിസർവേഷൻ, ഒരുപാട് സീറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഓരോ ദിവസവും നിയമം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവസരങ്ങളും അതിനനുസരിച്ചിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളുടെ മക്കൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ, ഇനി നമ്മളുടെ മക്കൾ നല്ല മാർക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ, നല്ല മാർക്ക് വാങ്ങിയാൽ മാത്രമേ നല്ല അവസരങ്ങൾ ലഭിക്കുള്ളൂ. അവർക്ക് നല്ല വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കാൻ പറ്റണം. ദ്വീപിലുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് ഒരു നല്ലൊരു അക്കാഡമിക് കരിയർ ആവശ്യമാണെന്നുണ്ടെങ്കിൽ 8ാം ക്ലാസ് മുതൽ +2 കഴിഞ്ഞ് റിപ്പീറ്റും വരെ നിങ്ങൾക്ക് ഒരേ ക്യാമ്പസിൽ വളരെ സുരക്ഷിതത്വത്തോടു കൂടി ഒരു മോറൽ അറ്റ്മോസ്ഫിയറോട് കൂടി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. നിങ്ങളുടെ മക്കൾ നല്ലൊരു കോളേജിൽ എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായുള്ള എഫേർട്ട് ഹാർവസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. 8 വർഷവും എല്ലാ വർഷവും ദ്വീപിൽ നിന്നും പല കുട്ടികളും വരാറുണ്ട്. എല്ലാ വർഷവും ദ്വീപിൻ്റെ പ്രതിനിധികളായിട്ട് കുറച്ച് കുട്ടികൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. അവരിൽ ഏറ്റവും ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയുകയാണ്, അവരെല്ലാവർക്കും, എല്ലാ കുട്ടികളും ഇതുവരെ 8 വർഷം കൊണ്ട് പഠിച്ച എല്ലാ കുട്ടികൾക്കും ആദ്യ ചാൻസിൽ തന്നെ NIT വരേക്ക് ക്വാളിഫൈ ചെയ്യിപ്പിക്കാൻ ഹാർവസ്റ്റിനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും NIT കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഹാർവസ്റ്റിൻ്റെ ക്ലാസ്സുകളുടെ അവസ്ഥകൾ എന്താണെന്നുള്ളത്. ഒരുപാട് അവസരങ്ങൾ നമ്മളെ കുട്ടികൾക്ക് കിട്ടാനുണ്ട്. ആ അവസരങ്ങൾ നമ്മൾ അന്വേഷിച്ച് ചെന്നാലേ നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. അതിന് ദ്വീപിൽ ഞാനിപ്പോൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഞാൻ അനുഭവിച്ച വലിയൊരു കാര്യം, കോവിഡ് കാരണം കുട്ടികൾ വീട്ടിൽ പോയി, അതായത് ദ്വീപിലേക്ക് തിരിച്ചു പോയി. എൻട്രൻസ് എക്സാം പോലും അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയുള്ളത് കൊണ്ട് MBBS പോലത്തെ എക്സാമുകൾ കിട്ടാതെ പിന്നീടൊരു വർഷം റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ അവൈലബിലിറ്റി, ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ ഒരു ദ്വീപായി എന്നുള്ളത് കൊണ്ടുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് നമ്മളെ കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാനും
അതിനനുസരിച്ച് കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാനും നല്ല രീതിയിൽ അവരെ പഠന പുരോഗതി ഉയർത്തിക്കൊണ്ടുവരാനും പറ്റണം. കാരണം 6 വർഷം 7 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടാണ് അവരിനി ജോലിയിൽ കയറാനുള്ളത്. 10 വർഷം കഴിയുമ്പോഴേക്കും ദ്വീപിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ദ്വീപിൻ്റെ ഒരു അവസ്ഥ എന്താവും നിങ്ങൾ മനസ്സിലാക്കിയാൽ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ കുട്ടികളുടെ സ്മൂത്തായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ദ്വീപിലെ കുട്ടികൾക്ക് കുറച്ചും കൂടി ഒരു കെയറിങ്ങും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ദ്വീപിൽ തന്നെയുള്ള ഒരു സ്റ്റാഫിനെ നമ്മളോട് അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം അവരുടേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കാനും വേണ്ടി ഒരു പ്രതിനിധി, സ്റ്റാഫിൻ്റെ ഗ്രൂപ്പിൽ ഒരു പ്രതിനിധിയായിട്ട് ദ്വീപ് എന്നുള്ള ഒരാളാണ് നമ്മൾ ഉണ്ടാവുക. അപ്പം എല്ലാ കാര്യങ്ങളും അവർക്ക് ഒരുക്കിക്കൊണ്ട് നല്ലൊരു എൻട്രൻസ് ക്ലാസ്സുകളും നല്ല സ്കൂൾ ക്ലാസ്സുകളും അഫിലിയേറ്റഡ് സ്കൂളിൽ വെച്ചുകൊണ്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ലിമിറ്റേഷൻസ് ദൂരങ്ങളിലാണ്, അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഇഷ്യൂസും മറ്റു കാര്യങ്ങളും, അതുപോലെ തന്നെ കുട്ടികൾക്കൊരു ഗൈഡ് ഇല്ലാത്തൊരവസ്ഥ, ഒരു കൃത്യമായിട്ടൊരു ധാരണ ഇല്ലാത്തൊരവസ്ഥയൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് ഓറിയൻറ്റേഷൻ കൊടുത്തുകൊണ്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യിപ്പിച്ച് നല്ല എൻട്രൻസ് റാങ്ക് സ്കോർ ചെയ്യിപ്പിച്ചെങ്കിൽ മാത്രമേ ഇനി നമ്മളെ കുട്ടികൾക്ക് ഒരു ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ 8 വർഷത്തോളമായിട്ട് ദ്വീപിൽ നിന്ന് കുട്ടികളെ കാണുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം പൊട്ടൻഷ്യൽ ഉണ്ട്, അത്യാവശ്യം ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അവർ പഠിച്ചു വന്ന സാഹചര്യം ഇവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം എൻ്റയർലി ഡിഫറൻ്റ് ആണ്. കാരണം അവിടെ ഒരു കുറച്ചും കൂടി ലൂസായിട്ട് കുറച്ചും കൂടി വേണമെങ്കിൽ പഠിക്കുക എന്നുള്ള കാര്യങ്ങളായിരുന്നെങ്കിൽ ഓൾറെഡി കരയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ പഠനത്തിന് അത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അത്രയും കോച്ചിങ് സെൻറ്റേഴ്സും അത്രയും നല്ല രീതിയിൽ കുട്ടികളെ എഴുതിപ്പിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് കരയിൽ പഠിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ ദ്വീപിലുള്ള കുട്ടികളും ഒരേ എക്സാമും ഒരേപോലെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും ദ്വീപിലെ കുട്ടികൾ കുറച്ചുകൂടി ബാക്കോട്ട് പോകും. കാരണം അവർ ചെറിയ ക്ലാസ് മുതൽ തന്നെ നല്ല ഓറിയൻറ്റേഷനോട് കൂടിയാണ് വരുന്നത്. ഈ ഓറിയൻറ്റേഷൻ ഈ ദ്വീപിലെ കുട്ടികൾക്ക് കിട്ടണം. അതിന് നിങ്ങൾക്ക് ഒരുപക്ഷെ 6 വർഷം പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റും. നിങ്ങൾ ഏത് ദ്വീപിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളുടെ കുട്ടികൾ ഇവിടെ പഠിച്ചിറങ്ങിയ കുട്ടികൾ അവിടെ ഉണ്ടാവാൻ നമുക്ക് സാധ്യതയുണ്ട്. അപ്പം എല്ലാവരും എല്ലാ ദ്വീപിലുള്ള ആളുകളും ഇത് കൃത്യമായിട്ട് കാണാം, കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക, സ്ഥാപനത്തിനെ കുറിച്ച് മനസ്സിലാക്കുക. ഒരു 8ാം ക്ലാസ് മുതലെങ്കിലും കുട്ടിയെ കൃത്യമായിട്ട് റെസിഡൻഷ്യൽ സ്കീമിലേക്ക് മാറ്റി നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് നേരെ +1 +2 എടുത്ത് എൻട്രൻസ് കോച്ചിങ്ങോട് കൂടി വലിയ കോളേജുകളിലൊക്കെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ +2 ഒപ്പം തന്നെ നല്ല കോളേജിലേക്ക് കിട്ടാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും ഫെസിലിറ്റീസും എൻട്രൻസ് എക്സാം എഴുതിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ ROSനെ കൊണ്ട് പറ്റും. ROSൽ ഒരു കുട്ടി ചേർന്ന് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ എക്സാം കഴിയുന്നത് വരെ അവരുടെ റെസ്പോൺസിബിലിറ്റി ROSനെയാണ് ഏറ്റെടുക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സുകൾ കൊടുക്കുന്നതായിക്കോട്ടെ, മോഡൽ എക്സാംസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എൻട്രൻസ് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, എൻട്രൻസിന് കൊണ്ടുപോകുന്ന കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം തന്നെ ROSൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിലാണ് ചെയ്യുക. ദ്വീപിൽ നിന്ന് ഒരാൾ ഇവിടെ വന്ന് അത് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. അപ്പം എല്ലാം കൊണ്ടും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു സംവിധാനമാണ് ROSലുള്ളത്. നിങ്ങൾ പരമാവധി എല്ലാവരിലേക്കും ഈ വീഡിയോ സെറ്റ് ചെയ്യുക. മക്കളുടെ വിദ്യാഭ്യാസം മുന്നിൽ കാണുന്ന എല്ലാ രക്ഷിതാക്കൾക്കും ഒരു പക്ഷേ ഈ ഒരു വീഡിയോ വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. നിങ്ങൾ അന്വേഷിക്കുക, കൃത്യമായിട്ട് അന്വേഷിക്കുക. സ്കൂൾ ക്ലാസ്സുകൾ വെച്ച് നോക്കുകയാണെങ്കിലും ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ വെച്ച് നോക്കുകയാണെങ്കിലും അതുപോലെ എൻട്രൻസിൻ്റെ റാങ്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ROSലുള്ള കുട്ടികൾക്ക് അത്യാവശ്യം നല്ല റിസൾട്ടും കാര്യങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ടുള്ള ക്ലാസ്സുകളും കൃത്യമായിട്ടുള്ള ടൈം ടേബിളുകളും കൃത്യമായിട്ടുള്ള മെറ്റീരിയൽസും കൊണ്ടേ അങ്ങനത്തെ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. നല്ല രീതിയിലുള്ള റിസൾട്ടും കാര്യങ്ങളും മക്കൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്കൊണ്ട് പറ്റുന്നുണ്ട്. അതുപോലെ ദ്വീപിൽ നിന്ന് ഇതുവരെ വന്ന എല്ലാ കുട്ടികൾക്കും നല്ല കോളേജിൽ അഡ്മിഷൻ വാങ്ങി കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരു ഉറപ്പ്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ആലോചിക്കുക. നിങ്ങളുടെ വീട്ടിൽ 7ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ 7ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ 8, 9, 10 ക്ലാസ്സുകൾ CBSE സിലബസോട് കൂടി എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ബേസോട് കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ +1 +2 ക്ലാസ്സുകൾ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ +1 +2 ക്ലാസ്സുകൾക്കൊപ്പം തന്നെ എൻട്രൻസിൻ്റെ കോച്ചിങ്ങോട് കൂടിയിട്ടുള്ള സംവിധാനമുണ്ട്. അത് കേരള സിലബസിലാണ് ഉള്ളത്. അതുപോലെ തന്നെ +2 കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൽ അതിൻ്റെ സംവിധാനം ROSലുണ്ട്. ഫുള്ളി റെസിഡൻഷ്യൽ സിസ്റ്റത്തിൽ ഹോസ്റ്റലിൽ നിർത്തിക്കൊണ്ട് എല്ലാ മോറൽ ആംബിയൻസും എല്ലാ മോറൽ അറ്റ്മോസ്ഫിയറും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ROS കോഴ്സുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ്. കൂടുതൽ അറിയാൻ നിങ്ങൾ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ തന്നെ നിങ്ങൾ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇവിടുന്ന് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ തരും, നിങ്ങൾക്ക് അവരുമായിട്ട് സംവദിക്കാം. എന്നതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്താം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. മക്കളുടെ ഭാവി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അവർക്കിതൊരു പക്ഷേ ഗുണമായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു.